പാമ്പുകളെ പിടികൂടുന്നതിൽ ശാസ്ത്രീയതയില്ലെന്ന് പറഞ്ഞ് കേരളത്തിലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ബാവ സുരേഷിനെ വേട്ടയാടുമ്പോൾ ലോകം അദ്ദേഹത്തെ അത്ഭുതത്തോടെയാണ് നോക്കിക്കാണുന്നത്. ഉഗ്രവിഷമുള്ള രാജവെമ്പാല സ്വീഡനെ വിറപ്പിച്ചപ്പോൾ ആ രാജ്യത്തിന്റെ രക്ഷകനാകാൻ വിളിയെത്തിയത് തിരുവനന്തപുരത്തെ ഈ സാധാരണക്കാരനിലേക്കായിരുന്നു. ബാവ സുരേഷ് ഇപ്പോൾ സ്വീഡനിൽ പോകുന്നു എന്ന തരത്തിൽ കഴിഞ്ഞ ദിവസം പ്രചരിച്ച വീഡിയോ പഴയതാണെങ്കിലും ആ വാർത്തയ്ക്ക് പിന്നിലെ സത്യം ഇന്നും മലയാളികൾക്ക് അഭിമാനമാണ്. 2022 ലോകത്തെ ഞെട്ടിച്ച ആ സംഭവം നടന്നത്. സ്വീഡനിലെ സ്റ്റോക്ക്ഹോം മൃഗശാലയിൽ നിന്നും ഹൌഡിനി എന്നു പേരുള്ള ഉഗ്രവിഷമുള്ള രാജവെമ്പാല പുറത്തുചാടി. തണുപ്പുകാലമായതിനാൽ പാമ്പിനെ കണ്ടെത്തുക സ്വീഡിഷ് അധികൃതർക്ക് അസാധ്യമായിരുന്നു. കൗമുദി ടിവിയിലെ സ്നേക് മാസ്റ്റർ എന്ന പരിപാടിയിലൂടെ ലോകപ്രശസ്തനായ ബാവ സുരേഷിന്റെ വൈദഗ്ധ്യം തിരിച്ചറിഞ്ഞത് സാക്ഷാൽ അമേരിക്കയിലെ വൈറ്റ് ഹൌസിലെ മലയാളി ഉദ്യോഗസ്ഥനായിരുന്നു. ബാവയെ കൊണ്ടുപോകാൻ പ്രത്യേക പ്രൈവറ്റ് ജെറ്റ് തയ്യാറാക്കാൻ പോലും സ്വീഡിഷ് സർക്കാർ ഒരുക്കമായിരുന്നു. എന്നാൽ യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പുകൾക്കിടയിൽ പാമ്പ് തനിയെ മൃഗശാലയിലേക്ക് തിരിച്ചെത്തിയതിനാൽ ആ യാത്ര നടന്നില്ല. എങ്കിലും ഒരു മലയാളിക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ രാജ്യാന്തര അംഗീകാരമായിരുന്നു അത്. വാവയുടെ രീതികൾ അശാസ്ത്രീയമാണെന്ന് വരുത്തി തീർക്കാൻ ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുന്നു. എന്നാൽ 3.5 പതിറ്റാണ്ടായി 10,000-കണക്കിന് പാമ്പുകളെ പിടികൂടി കാട്ടിലയച്ച തനിക്ക് എന്തിനാണ് പുതിയൊരു ലൈസൻസ് എന്നാണ് വാവയുടെ ചോദ്യം. വനംവകുപ്പുകാർക്ക് വാവയോട് കുശുമ്പാണെന്നും പാമ്പ് പിടിക്കാൻ വനംവകുപ്പുകാരെ വിളിച്ചാൽ വരാറില്ലെന്നും മന്ത്രി VN വാസവൻ തുറന്നടിച്ചിരുന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ പാമ്പ് പിടിക്കാൻ പഠിപ്പിച്ചത് വാവയാണെന്ന് KB ഗണേഷ് കുമാറും ഓർമ്മിപ്പിച്ചതും വാർത്തയായി. പക്ഷേ കഴിഞ്ഞ ദിവസവും കോഴിക്കോട് വാവയ്ക്കെതിരെ കേസ് വന്നു. പാമ്പ് പിടുത്തം ഒരിക്കലും ഒരു വരുമാന മാർഗമായി ബാവ സുരേഷ് കണ്ടിട്ടില്ല. കിട്ടുന്ന തുച്ഛമായ പണം പോലും ചാരിറ്റി പ്രവർത്തനങ്ങൾക്കാണ് അദ്ദേഹം നീക്കിവെക്കുന്നത്. ഇപ്പോൾ അസുഖബാധിതയായ അനുജത്തിയെയും പ്രായമായ അമ്മയെയും സംരക്ഷിക്കാൻ തിരുവനന്തപുരം മരപ്പാലത്ത് ട്രാവൻകോ രുചി എന്ന പേരിൽ ഒരു തട്ടുകട ആരംഭിച്ചു. അതും ഇന്ധന പ്രതിസന്ധിയിൽ വഴിമുട്ടി. ശാസ്ത്രം വളർന്നാലും പ്രകൃതിയെ അറിയാൻ ബാവ സുരേഷിനെ പോലെയുള്ളവരുടെ അനുഭവ സമ്പത്ത് അത്യാവശ്യമാണെന്ന് ലോകം തിരിച്ചറിഞ്ഞിട്ടും സ്വന്തം നാട്ടിൽ അദ്ദേഹത്തെ വേട്ടയാടുന്നത് നിർത്തണമെന്നാണ് ആരാധകരുടെ ആവശ്യം. വിദേശ രാജ്യങ്ങൾ ആദരിക്കാൻ കാത്തുനിൽക്കുന്ന ഈ മലയാളി മുത്തിനെ ദയവ് ചെയ്ത് പീഡിപ്പിക്കുന്നത് നിർത്തുക.